Summary of The Price of Flowers. The Price of Flowers is a beautiful story written by Prabhat Kumar Mughopadhyay. The Price of Flower എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി എഴുതിയത് പ്രഭാത് കുമാർ മുഖോപധ്യായ് ആണ്. The main theme of the story is love of a girl for her dead brother and her mother. ഈ കഥയുടെ മെയിൻ തീം ആയിട്ട് വരുന്നത് ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ്, തൻ്റെ മരിച്ചുപോയ സഹോദരനും അമ്മയ്ക്കും വേണ്ടിയുള്ള സ്നേഹമാണ്. There are 4 characters in this story. ഈ കഥയിൽ 4 കഥാപാത്രങ്ങളുണ്ട്. The characters in this story are Mr. Gupta, Maggie, Mrs. Clifford and Frank. ഇതിലെ കഥാപാത്രങ്ങൾ മിസ്റ്റർ ഗുപ്ത, മാഗി, മിസ്സിസ് ക്ലിഫോർഡ്, ഫ്രാങ്ക് എന്നിവരാണ്. മിസ്റ്റർ ഗുപ്ത ഈസ് എൻ ഇന്ത്യൻ. മിസ്റ്റർ ഗുപ്ത ഇന്ത്യക്കാരനാണ്. He lives in London for his civil service study purpose. സിവിൽ സർവീസ് പഠനാവശ്യത്തിനായി അദ്ദേഹം ലണ്ടനിൽ താമസിക്കുന്നു. He is the narrator of this story. ഈ കഥയുടെ രചയിതാവ് ഇദ്ദേഹമാണ്. He narrates the story. ഇദ്ദേഹമാണ് ഈ കഥ എഴുതിയത്. മാഗി ഈസ് ദി മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. മാഗിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ഹർ ഫുൾ നെയിം ഈസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അവളുടെ ശരിയായ നാമം ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് ആണ്. ഷീ ഈസ് എ പുവർ ഇംഗ്ലീഷ് ഗേൾ. അവൾ ഒരു പാവപ്പെട്ട ഇംഗ്ലീഷ് ഗേൾ ആണ്. ഷീ ഈസ് 13 or 14 ഇയേഴ്സ് ഓൾഡ്. അവൾക്ക് 13-14 വയസ്സാണ്. ദി സ്റ്റോറി ഷോസ് ദി ലൈഫ് ഓഫ് ദിസ് യങ് ഗേൾ. ഈ കഥ കാണിച്ചു തരുന്നത് ഈ ചെറിയ കുട്ടിയുടെ ജീവിതമാണ്. ഷീ വർക്ക്സ് ഹാസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ ഷോപ്പ്. അവൾ ഒരു ഷോപ്പിൽ ടൈപ്പിസ്റ്റായി ജോലി ചെയ്യുന്നു. ഷീ ഡസൻ ലൈക്ക് ഹർ ജോബ്. അവൾക്ക് അവളുടെ ജോലി ഇഷ്ടമല്ല. ഷീ ലൈക്സ് ടു ബിക്കം എ സെക്രട്ടറി. അവൾക്ക് ഒരു സെക്രട്ടറി ആവാനാണ് ഇഷ്ടം. മാഗി ലിവ്സ് വിത്ത് ഹർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. അവൾ അവളുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഷീ ലവ്സ് ഹർ മദർ ആൻഡ് ഹർ ബ്രദർ ഫ്രാങ്ക് വെരി മച്ച്. അവൾ അവളുടെ അമ്മയെയും ബ്രദറായ ഫ്രാങ്കിനെയും വളരെയധികം സ്നേഹിക്കുന്നു. മിസ്സിസ് ക്ലിഫോർഡ് ഈസ് മാഗീസ് മദർ. മിസ്സിസ് ക്ലിഫോർഡ് മാഗിയുടെ അമ്മയാണ്. ഷീ ഈസ് എ വിഡോ. അവർ ഒരു വിധവയാണ്. ഷീ മേക്ക് കേക്ക്സ് ഫോർ ഹർ ലൈവ്ലിഹുഡ്. അവർ ജീവിക്കാൻ വേണ്ടി കേക്ക് ഉണ്ടാക്കുന്നു. ഷീ ഈസ് സൂപ്പർസ്റ്റീഷ്യസ്. അവരൊരു അന്ധവിശ്വാസിയാണ്. ഫ്രാങ്ക് ഈസ് മാഗീസ് ബ്രദർ. ഫ്രാങ്ക് മാഗിയുടെ സഹോദരനാണ്. ഹി വാസ് എ സോൾജിയർ. ഇയാൾ ഒരു പട്ടാളക്കാരനാണ്. ഹി വാസ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിലാണ്. ഹി വാസ് കിൽഡ് ഇൻ എ ഫൈറ്റിംഗ്. അദ്ദേഹം ഒരു ഫൈറ്റിങ്ങിലൂടെ കൊല്ലപ്പെട്ടു. ഹി വാസ് ബുറൈഡ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിൽ സംഗ്രഹിച്ചു. ദി സ്റ്റോറി ഈസ് മൂവ് ഫോർവേഡ് ത്രൂ ദി ഡയലോഗ്സ് among the 3 main characters of this story. They are Mr. Gupta, Maggie and Mrs. Clifford. മിസ്റ്റർ ഗുപ്ത, മാഗി, മിസ്സിസ് ക്ലിഫോർഡ് എന്ന കഥയിലെ 3 പ്രധാന കഥാപാത്രങ്ങളുടെ ഡയലോഗുകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ദേ ആർ ദി ആക്റ്റീവ് ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. ഈ സ്റ്റോറിയിലെ ആക്റ്റീവ് ക്യാരക്ടർ ഇവരാണ്. ദി സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ലണ്ടൻ. ലണ്ടനിലാണ് ഈ കഥ നടക്കുന്നത്. ഇറ്റ് ബിഗിൻസ് അറ്റ് 1 at noon. ഇത് ഉച്ചയുടെ 1 മണിക്ക് ആരംഭിക്കുന്നു. ദി നറേറ്റർ മിസ്റ്റർ ഗുപ്ത ഫീൽസ് ഹംഗ്രി. എഴുത്തുകാരനായ മിസ്റ്റർ ഗുപ്തയ്ക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു. ഹി ഗോസ് ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അദ്ദേഹം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ഹി മീറ്റ്സ് എ പുവർ ഇംഗ്ലീഷ് ഗേൾ ഫ്രം ദി റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പാവപ്പെട്ട ഇംഗ്ലീഷ് ഗേളിനെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നു. ഹർ നെയിം ഈസ് മാഗി. അവളുടെ പേര് മാഗി എന്നായിരുന്നു. ഷീ ഹാഡ് ബീൻ വാച്ചിങ് ഹിം ഇൻ സർപ്രൈസ്. അവൾ അവനെ അത്ഭുതത്തോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആക്ച്വലി മാഗി വാസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ആൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ഹർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. ആക്ച്വലി ഇന്ത്യയെക്കുറിച്ചുള്ള സംശയം വ്യക്തമാക്കാൻ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ മാഗി ശ്രമിക്കുകയായിരുന്നു. ദി ഗേൾ തോട്ട് ദാറ്റ് ഇന്ത്യ വാസ് എ ഡേഞ്ചറസ് കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. മാഗി വിചാരിച്ചിരുന്നത് ഇന്ത്യ എന്നത് കടുവകളും പാമ്പുകളും രോഗങ്ങളും നിറഞ്ഞ ഒരു അപകടകരമായ രാജ്യമാണെന്നാണ്. ഷി വാസ് അഫ്രൈഡ് ഓഫ് ഇന്ത്യ. അവൾക്ക് ഇന്ത്യയെ ഭയമായിരുന്നു. ഹർ ബ്രദർ ഫ്രാങ്ക് വാസ് ഇൻ ഇന്ത്യ. അവളുടെ സഹോദരൻ ഫ്രാങ്ക് ഇന്ത്യയിലാണ്. ഹി വാസ് എ സോൾജിയർ. അവനൊരു പട്ടാളക്കാരനാണ്. ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ നാളുകളായി അവനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. മാഗി ആൻഡ് ഹർ മദർ വെർ വെറീഡ്. മാഗിയും അവളുടെ അമ്മയും
വിഷമിച്ചിരുന്നു. ദേ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ് ടു ഹിം. അവർക്കറിയില്ല അവൻ എന്തു സംഭവിച്ചു എന്ന്. സോ മാഗി വാസ് സെർച്ചിങ് ഫോർ എൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ദി ഡൗട്ട്സ് ഓൺ ഇന്ത്യ. അതുകൊണ്ട് തന്നെ മാഗി ഒരു ഇന്ത്യക്കാരനെ അന്വേഷിക്കുകയായിരുന്നു അവളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. മാഗി ആസ്ക് മിസ്റ്റർ ഗുപ്ത വെദർ ഹി വാസ് യോഗി. മാഗി മിസ്റ്റർ ഗുപ്തയോട് ചോദിച്ചു, നിങ്ങൾ യോഗിയാണോ എന്ന്. ഷീ ഹേർഡ് ദാറ്റ് യോഗീസ് ആർ വെജിറ്റേറിയൻസ് ആൻഡ് ദേ ഹാവ് മാജിക്കൽ പവേഴ്സ്. അവൾ കേട്ടിട്ടുണ്ട് യോഗികൾ വെജിറ്റേറിയൻസും ആയിരിക്കും, അതുപോലെ തന്നെ അവർക്ക് മാജിക്കൽ പവേഴ്സും ഉണ്ടാവും. മാഗി ഇൻവൈറ്റ്സ് മിസ്റ്റർ ഗുപ്ത ടു ഹർ ഹൗസ് ആൻഡ് ഹി അക്സെപ്റ്റ്സ് ഹർ ഇൻവിറ്റേഷൻ. മാഗി മിസ്റ്റർ ഗുപ്തയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഹി വിസിറ്റ്സ് ഹർ ഹൗസ് വിത്ത് ഹർ. അദ്ദേഹം അവളുടെ വീട് അവളുടെ ഒപ്പം സന്ദർശിച്ചു. മാഗി ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ഗുപ്ത ടു ഹർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. മാഗി തൻ്റെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡിനെ ഗുപ്തയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആക്ച്വലി ഹർ മദർ വാണ്ടഡ് ടു മീറ്റ് ആൻ ഇന്ത്യൻ ടു ഫൈൻഡ് ഔട്ട് ദി ട്രൂത്ത് അബൌട്ട് ദി സ്റ്റോറീസ് ഷീ ഹാഡ് ഹേർഡ് അബൌട്ട് ഇന്ത്യ. ആക്ച്വലി ഇന്ത്യയെക്കുറിച്ച് കേട്ട കഥകളെക്കുറിച്ചുള്ള സത്യം കണ്ടെത്താൻ ഒരു ഇന്ത്യക്കാരനെ കാണാൻ അവളുടെ അമ്മ ആഗ്രഹിച്ചിരുന്നു. They believed that India was a dangerous country full of tigers, snakes and fevers. അവർ വിശ്വസിക്കപ്പെട്ടിരുന്നു ഇന്ത്യ എന്നത് കടുവകളും പാമ്പുകളും രോഗങ്ങളും നിറഞ്ഞ ഒരു ഡേഞ്ചറസ് കൺട്രിയാണെന്ന്. When she inquired about India, അവൾ ഇന്ത്യയെക്കുറിച്ച് അന്വേഷിച്ചു. മിസ്റ്റർ ഗുപ്ത ഡിസ്ക്രൈബ്സ് ഇന്ത്യ ടു ഹർ. മിസ്റ്റർ ഗുപ്ത ഇന്ത്യയെപ്പറ്റി അവളോട് വിവരിച്ചു കൊടുത്തു. He says India is a beautiful country and safe to live. Snakes and tigers are in jungles. അദ്ദേഹം പറഞ്ഞു ഇന്ത്യ എന്നത് ഒരു മനോഹരമായ രാജ്യമാണെന്നും അവിടെ ജീവിക്കാൻ സേഫാണെന്നും കടുവകളും പാമ്പുകളുമെല്ലാം കാട്ടിനുള്ളിലാണെന്നും. മാഗി ആൻഡ് മിസ്സിസ് ക്ലിഫോർഡ് വെയർ വെരി ഗ്ലാഡ് ടു ഹിയർ ദിസ് ഹാപ്പി ന്യൂസ്. ഈ ഹാപ്പി ന്യൂസ് കേട്ടപ്പോൾ മാഗിയും മിസ്സിസ് ക്ലിഫോർഡും വളരെ ഹാപ്പിയായിരുന്നു. ദി ലിവിങ് കണ്ടീഷൻ ഓഫ് മാഗി ആൻഡ് ഹർ മദർ വാസ് വെരി പുവർ. മാഗിയുടെയും അവളുടെ അമ്മയുടെയും ജീവിത സാഹചര്യം വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. മാഗീസ് മദർ വാസ് മേക്കിംഗ് കേക്ക്സ് വെൻ ദേ റീച്ച്ഡ് ദർ. അവരവിടെ എത്തിയപ്പോൾ മാഗിയുടെ അമ്മ കേക്ക് ഉണ്ടാക്കുകയായിരുന്നു. ഷീ ബേക്ക്ഡ് കേക്ക്സ് ആൻഡ് സോൾഡ് ദം ഫോർ ലിവിങ്. അവൾ കേക്ക് ഉണ്ടാക്കുകയും അത് വെക്കുകയും ചെയ്തിരുന്നു. മാഗീസ് മദർ ടെൽസ് ഹിം അബൌട്ട് ഹർ സൺ ഫ്രാങ്ക്. മാഗിയുടെ അമ്മ തൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ഹി വാസ് എ സോൾജിയർ. അവനൊരു പട്ടാളക്കാരനാണ്. ഹി വാസ് ഇൻ പഞ്ചാബ്. അവൻ പഞ്ചാബിലാണ്. ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ നാളുകളായിട്ട് അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഫ്രാങ്ക് ഹാഡ് സെൻഡ് ദം എ ക്രിസ്റ്റൽ റിംഗ് ഫ്രം ഇന്ത്യ. ഫ്രാങ്ക് അവർക്ക് വേണ്ടി ഒരു ക്രിസ്റ്റൽ റിംഗ് ഇന്ത്യയിൽ നിന്ന് അയച്ചു കൊടുത്തിരുന്നു. ദേ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് എ മാജിക്കൽ റിംഗ്. അവർ വിശ്വസിച്ചിരുന്നത് അതൊരു മാജിക്കൽ റിംഗ് ആണെന്നാണ്. ഫ്രാങ്ക് ഹാഡ് റിട്ടൺ ദാറ്റ് ദി റിംഗ് വാസ് ഗിവൺ ടു ഹിം ബൈ എ യോഗി. ഒരു യോഗിയാണ് തനിക്ക് ആ റിംഗ് നൽകിയതെന്ന് ഫ്രാങ്ക് എഴുതിയിരുന്നു. ദി യോഗി ഹാഡ് ടോൾഡ് ദാറ്റ് ദി റിംഗ് വാസ് എ മാജിക്കൽ വൺ. യോഗി പറഞ്ഞിരുന്നു ആ റിംഗ് ഒരു മാജിക്കൽ ആണെന്ന്. If somebody looked into the ring thinking of a person who is even far away, he could see the person and what he was doing. ആരെങ്കിലും അകലെയുള്ള ഒരു വ്യക്തിയെ ചിന്തിച്ച് ഈ മോതിരത്തിൽ നോക്കിയാൽ അവർക്ക് ആ വ്യക്തിയെയും അവർ എന്താണ് ചെയ്യുന്നത് എന്നും കാണാൻ സാധിക്കും. Even though it was a superstition, they believed it. അന്ധവിശ്വാസമായിരുന്നെങ്കിലും അവർ അത് വിശ്വസിച്ചു. They have concentrated upon the ring again and again to see Frank. ഫ്രാങ്കിനെ കാണാൻ വേണ്ടി അവർ റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോക്കി. ബിക്കോസ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. കുറേ നാളുകളായിട്ട് അവനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ബട്ട് ദേ ഹാവിൻ ബീൻ ആബിൾ ടു സീ എനിത്തിങ്. പക്ഷേ അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. They believe if an Indian looked into the ring thinking of Frank, he can see Frank and what he was doing. അവർ വിശ്വസിച്ചിരുന്നു ഒരു ഇന്ത്യക്കാരൻ ഈ റിങ്ങിൽ ഫ്രാങ്കിനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഫ്രാങ്കിനെ കാണാനും അതുപോലെ തന്നെ അവൻ എന്താ ചെയ്യുന്നത് എന്ന് കാണാനും സാധിക്കുമെന്ന്.
Mr. Gupta also couldn't see anything the ring when he tried according to the request. അവർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗുപ്ത ആ റിങ്ങിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിനും ഒന്നും കാണാൻ സാധിച്ചില്ല. ആക്ച്വലി ദർ വാസ് നോ ന്യൂസ് ഫ്രം ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. സത്യത്തിൽ ഫ്രാങ്കിനെ കുറിച്ചിട്ട് കുറേ നാളുകളായിട്ട് ഒരു ന്യൂസും ഇല്ലായിരുന്നു. The only news that they get from India was Frank was fighting in the Punjab. ആകെ അവർക്ക് കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഫ്രാങ്ക് പഞ്ചാബിൽ യുദ്ധത്തിലാണെന്നാണ്. ആഫ്റ്റർ റിസീവിങ് ദിസ് ന്യൂസ് മിസ്സിസ് ക്ലിഫോർഡ് ബിക്കം എ പേഷ്യൻറ്റ്. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ് ഒരു പേഷ്യൻ്റായി മാറി. ഹർ കണ്ടീഷൻ ബിക്കെയിം മോർ സീരിയസ് ബിക്കോസ് ഓഫ് ഹർ തോട്ട്സ് അബൌട്ട് ഹർ സൺ ഫ്രാങ്ക്. തൻ്റെ മകനായ ഫ്രാങ്കിനെ കുറിച്ചുള്ള ചിന്തകൾ കാരണമായിട്ട് അവരുടെ കണ്ടീഷൻ സീരിയസ് ആയിട്ട് മാറി. മാഗി വാസ് അണേബിൾ ടു ഗോ ടു വർക്ക് ബിക്കോസ് ഓഫ് ഹർ മദർ സീരിയസ് കണ്ടീഷൻ. മാഗിയുടെ അമ്മയുടെ സീരിയസ് കണ്ടീഷൻ കൊണ്ട് തന്നെ മാഗിക്ക് വർക്കിനൊന്നും പോവാൻ സാധിച്ചില്ല. മാഗി റൈറ്റ്സ് ടു മിസ്റ്റർ ഗുപ്ത അബൌട്ട് ദിസ് സിറ്റുവേഷൻ ആൻഡ് ഇൻവൈറ്റ് ഹിം ടു ഹർ ഹൗസ്. മാഗി മിസ്റ്റർ ഗുപ്തയ്ക്ക് തൻ്റെ സിറ്റുവേഷൻസൊക്കെ എഴുതിയിട്ട് അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വെൻ മിസ്റ്റർ ഗുപ്ത വിസിറ്റ്സ് മാഗീസ് ഹൗസ്, മാഗി മേക്സ് എ റിക്വസ്റ്റ് ടു ഹിം. മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ മാഗി അദ്ദേഹത്തെ കൊണ്ട് ഒരു റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചു. ഷീ റിക്വസ്റ്റസ് ഹിം ടു ഗേസ് ഇൻ ടു ദി റിംഗ് ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് ഈസ് അലൈവ് ആൻഡ് വെൽ ഇവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദി റിംഗ്. റിങ്ങിലേക്ക് നോക്കാൻ അദ്ദേഹത്തോട് അവൾ റിക്വസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ റിങ്ങിൽ ഒന്നും കണ്ടില്ലെങ്കിലും അമ്മയോട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും നന്നായിരിക്കുന്നുവെന്നും പറയാൻ അവൾ റിക്വസ്റ്റ് ചെയ്തു. ഇഫ് മിസ്റ്റർ ഗുപ്ത ടെൽസ് മിസ്സിസ് ക്ലിഫോർഡ് ദാറ്റ് ഫ്രാങ്ക് ഈസ് അലൈവ് ആൻഡ് വെൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഹർ ടു റിക്കവർ. മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിനോട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും നന്നായിരിക്കുന്നുവെന്നും പറഞ്ഞു. ഇത് അവരെ റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ദ റിംഗ് വാസ് സോ സ്പെഷ്യൽ ടു മിസ്സിസ് ക്ലിഫോർഡ്. മിസ്സിസ് ക്ലിഫോർഡിനെ സംബന്ധിച്ച് ആ റിംഗ് വളരെ സ്പെഷ്യലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് സെൻഡ് ബൈ ഹർ സൺ ഫ്രാങ്ക്. കാരണം അത് തൻ്റെ മകൻ ഫ്രാങ്ക് അയച്ചു കൊടുത്തതാണ്. ലേറ്റർ മിസ്റ്റർ ഗുപ്ത വാസ് എഷൈംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ഗുപ്തയ്ക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ നാണമായിരുന്നു. Because Frank had been dead some days before when he told her he was alive and well. കാരണം അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നു ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും നന്നായിരിക്കുന്നുവെന്നും. അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാങ്ക് മരിച്ചിരുന്നു. ഹി വാസ് ബുറൈഡ് ഇൻ ഇന്ത്യ. അദ്ദേഹത്തെ ഇന്ത്യയിൽ സംസ്കരിച്ചു. സിൻസ് മിസ്റ്റർ ഗുപ്ത ഹാഡ് ടോൾഡ് മിസ്സിസ് ക്ലിഫോർഡ് എ ലൈ, ഹി വാസ് എഷൈംഡ് ടു ഫേസ് ഹർ. മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിനോട് പറഞ്ഞത് ഒരു കള്ളമായിരുന്നു. അതുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്തയ്ക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ നാണം. വെൻ മിസ്റ്റർ ഗുപ്ത റിട്ടേൺസ് ടു ഇന്ത്യ, മാഗി വിസിറ്റ്സ് ഹിം. മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ മാഗി അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തു. ഷീ ഗിവ്സ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ്. അവൾ തൻ്റെ ബ്രദറിൻ്റെ കല്ലറയിൽ ഫ്ലവേഴ്സ് വാങ്ങിക്കാനായിട്ട് മിസ്റ്റർ ഗുപ്തയ്ക്ക് കുറച്ച് നാണയങ്ങൾ കൊടുത്തു. അറ്റ് ഫസ്റ്റ് മിസ്റ്റർ ഗുപ്ത തിങ്സ് ടു ഗിവ് ബാക്ക് ദി ഷില്ലിംഗ് ടു മാഗി. ആദ്യം മിസ്റ്റർ ഗുപ്ത ചിന്തിച്ചു ഈ നാണയം മാഗിക്ക് തിരികെ നൽകാമെന്ന്. ബിക്കോസ് മാഗി ഈസ് എ പുവർ ഗേൾ. കാരണം മാഗി ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഹി നോസ് ടു ഏൺ ഷില്ലിംഗ് ഷി ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ നാണയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഷീ ഏൺ ദാറ്റ് ഷില്ലിംഗ് വിത്ത് സോ മച്ച് ഹാർഡ് വർക്ക്. അവൾ ആ നാണയമുണ്ടാക്കിയത് വളരെയധികം ഹാർഡ് വർക്കിലൂടെയാണ്. ബട്ട് ഹി ഫീൽ ഇറ്റ് വിൽ ഡിപ്രൈവ് ദി ഗേൾ ഓഫ് ദി ജോയ് ഓഫ് സാക്രിഫൈസ് ഷീ വാസ് മേക്കിംഗ് ഫോർ ഹർ ഡെഡ് ബ്രദർ. പക്ഷേ അദ്ദേഹത്തിന് തോന്നി ഇത് ത്യാഗത്തിൻ്റെ സന്തോഷകരമായ പെൺകുട്ടിയെ നഷ്ടപ്പെടുത്തുമെന്ന്. സോ മിസ്റ്റർ ഗുപ്ത ഡിസൈഡഡ് ടു റിസീവ് ദി ഷില്ലിംഗ് ഫ്രം മാഗി ടു മേക്ക് ഹർ ഹാപ്പി. മാഗിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ ഗുപ്ത ആ നാണയം വാങ്ങാൻ തീരുമാനിച്ചു. മിസ്റ്റർ ഗുപ്ത ഗിവ്സ് പ്രോമിസ് ടു മാഗി ദാറ്റ് ഹി വിൽ വിസിറ്റ് ദി ഗ്രേവ് ഓഫ് ഹർ ബ്രദർ ഇൻ ഇന്ത്യ ആൻഡ് പ്ലേസ് ഫ്ലവേഴ്സ് ഓൺ ഹിസ് ഗ്രേവ്.
തൻ്റെ ബ്രദറിൻ്റെ കല്ലറ സന്ദർശിക്കുമെന്നും അതിൽ പൂക്കളം വയ്ക്കുമെന്നും മിസ്റ്റർ ഗുപ്ത മാഗിക്ക് പ്രോമിസ് നൽകി. മാഗി വാസ് വെരി ഹാപ്പി ടു ഹിയർ ദിസ് ഫ്രം മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്തയിൽ നിന്ന് ഇത് കേട്ടപ്പോൾ മാഗി വളരെയധികം സന്തോഷവതിയായി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.